സോ കാനിയോൺ റോഡ് ഹൗസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്, അവർ തന്നെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് വേണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. ഇതിന് നിറച്ച് സ്റ്റിക്കറാണല്ലോ. ഓ ലുക്ക് അറ്റ് ദ സ്റ്റിക്കർ, നമീബിയ ഓൺ 2 wheels, റോ, റിയൽ ആൻഡ് റിമോട്ട്, ഇന്ത്യ ആൻഡ് നമീബിയ. ഓസം. ദെർ ആർ ഫ്യൂ ടൂറിസ്റ്റ് ഹിയർ. ആ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ കൂടെ വളർന്നു കാണുന്നതാണ് നമ്മുടെ ക്യൂർ ട്രീ. And keep the change. All right, thank you very much. Yeah. Oh, really? Ah. I'll just post for this photo. Thank you, Andy. Yeah, no worries, Amir. Nice to meet you. Nice to meet you. Hello. You are the hero. Just perfect. May I? Bye bye Roadhouse Canyon. Canyon Roadhouse. A beautiful place to stay. Back to Grovel Road. അങ്ങനെ ലുഡേരിറ്റ്സിൽ വെച്ച് പരിചയപ്പെട്ട ഓസ്ട്രേലിയക്കാരനായ റൈഡർ രണ്ടാമതും ഞാൻ താമസിച്ച അതേ ഹോട്ടലിലുണ്ടായിരുന്നു. വളരെ കോയിൻസിഡൻഷ്യലി പുള്ളി ഒരു അടിപൊളി റൈഡ് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ്. പുള്ളി വരുന്നത് ലണ്ടനിൽ നിന്ന് റൈഡ് ചെയ്യാൻ തുടങ്ങിയാണ്. യൂറോപ്പിൻ്റെ മിക്കവാറും രാജ്യങ്ങൾ ക്രോസ് ചെയ്തു, പിന്നെ ആഫ്രിക്ക എൻ്റർ ചെയ്തു. അങ്ങനെ ആഫ്രിക്കയിൽ വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ കൂടെ ഭയങ്കര ലിറ്ററലി അഡ്വഞ്ചറസ് ജേണി ചെയ്തിട്ട് ആണ് പുള്ളി ഫൈനലി നമീബിയ എത്തിയിരിക്കുന്നത്. ഓ എന്താ കാഴ്ച! ഫുൾ ഗ്രാവൽ, ഇറക്കം, മണൽ, ഡെഡ്ലി കോംബോ. ഫിഷ് റിവർ കാനിയോൺ കാണാനുള്ള ടിക്കറ്റ് മേടിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഓസ്ട്രേലിയക്കാരൻ ആൻഡി ഓൺലി ഹാഡ് ക്യാഷ് കാർഡ്. അപ്പോൾ അവിടെ കാർഡ് എടുക്കാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അപ്പം ഐ ടുക്ക് ഹിസ് ടിക്കറ്റ് ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫിഷ് റിവർ കാനിയോണിലേക്കുള്ള യാത്രയിലാണ്. പുള്ളി വളരെ എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഞാൻ കഫേലിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ബൈക്ക് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറി വന്നു. അപ്പോൾ പുള്ളി നമീബിയയിൽ വന്നപ്പം ഒരൊറ്റ ബൈക്കറിനെ പോലും പുള്ളിക്ക് കാണാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് ഈ ഗ്രാവൽ റോഡും സാൻഡും ഉള്ള നമീബ് ഡെസേർട്ട് ഏരിയയിൽ. അപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡായി. ഫിഷ് റിവർ കാനിയോൻ്റെ വ്യൂ പോയിൻ്റാണ്. 80 കിലോമീറ്റർ 5 days 4 nights ഹൈക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ. വ്യൂ ഭീകരമായ കാഴ്ചയാണ് ഇവിടുന്ന്. ഫിഷ് റിവർ കാനിയോൺ, അൺബിലീവബിൾ. നടക്കാണ് 80 കിലോമീറ്ററോളം. കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കാനിയോൺസ്, അതിന് നടുവിലൂടെ വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്ന ഫിഷ് റിവർ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്
എടുത്തുകൊണ്ട് ഒരു പുഴ ഭൂമിയുടെ കിടപ്പിനുണ്ടാക്കിയൊരു മാറ്റമാണ് കാനിയോൺസ്. ഒരു നാച്ചുറൽ വണ്ടർ തന്നെയാണ് ഈ കാനിയോൺസ്. അമേരിക്കയിലുള്ള ഗ്രാൻഡ് കാനിയോൺസും ഉണ്ടായിരിക്കുന്നത് ഇതേ പ്രോസസ്സിൽ കൂടെ തന്നെയാണ്. The turnoff was so close. In Yeah. my head, I thought this was like 10 more kilometers. I thought so. I thought it was actually going to be for a few more miles. Yeah. Okay. Yeah, I'm gonna head that way. Yeah, I'm gonna head this way. Safe travels. Safe travel, buddy. It's been amazing meeting you. Fantastic days. Just for 2 days, we shared a lot of things, Yeah. It's and I been, came to know really what nice. is to be like a biker, real biker. Yeah, that's awesome. Well, it's only see you later because I'll catch you in Kerala next year or the year after. When's your flight back to India? I will be on flight on 23rd. You got a couple more days. Yeah. Well, I hope the next few days are nice and yeah, let's swap a few notes and I want to hear how your last couple of days are. Sure, definitely. I'm gonna be in touch. Okay, buddy. Stay safe. Yeah, take care. Thank you. Okay, sure. See you again. See you soon. Yeah, bye. Go off. Bye-bye. Yeah, you can move. So, bye to Andy. Andy is going to ice. See you, buddy. ആൻറ്റിയുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും. നമ്മുടെ യാത്ര തുടരുന്നു. ആൻറ്റിയുടെ യാത്ര ആൻറ്റിയുടെ വഴിക്കും. ലൈഫ് പോലെ തന്നെ ഓരോ ആളുകൾക്കും ഓരോ വഴികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ. People come, they become part of our life. But then when their job is done, they go with their job. Where they go with their own busy schedule. So it's all എല്ലാം വളരെ ടെമ്പററി ആണ്. ദൂരെ ഒരു കാർ പൊടിയും പറത്തി വരുന്നുണ്ട്. കാനിയോൺസ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. Wow, look at this. Springboks. Oh, both of them are going to two different sides. Come on. Wow. ഇന്നലെ താമസിച്ച സ്ഥലമാണ് കാനിയോൺ റോഡ് ഹൗസ്. A beautiful hotel.
ആ മലയുടെ മുകളിലാണ് ഞാൻ ആൻറ്റിയും ഞാനും കൂടെ വലിഞ്ഞു കയറിയത്. അവിടെ ഒരൊറ്റ ക്യൂർ ട്രീ നിൽക്കുന്നുണ്ട്, അത് കാണാൻ പറ്റും, ഒരൊറ്റ ഒരു ക്യൂർ ട്രീ. വേറെ മരങ്ങളൊന്നും അവിടെ ഇല്ല. വീണ്ടും മരുഭൂമിയുടെ നടുവിൽ ഒരു കുഞ്ഞു ഹോട്ടൽ. ഓപ്പൺ അവേഴ്സ് ഫ്രം സൺറൈസ് ടു സൺസെറ്റ്. നൈസ് കാർ ബോഡീസ്, ഓസം ട്രാക്ടേഴ്സ്. Wow, look at the Beetle. Beautiful cars here. Amazing food trucks. They have a lot. Kudu, Oryx. This one is Oryx. Oh, really? So who shoot the Oryx here for you? Oh, really? Yeah. Oh my Yeah, God. when you live in a country like this, you have to do your own stuff. Absolutely. Oh, this is quite big one. Yeah, but I cut it for you with the machine. Will you please Yeah, cut it? I will. How is this going to be This cost? one? Yeah. Is it too small? It You is- eat it before. I want to take something home also. Do you think Okay. this will be not I spoiled? can vacuum for you. You can vacuum? Yeah. And how much will it cost me? Like, Let me tell you what is this. yeah. But okay, you do only in the Namibia. I am just here for another 3 days, 3 days. and I'm leaving back to home on 24th. But this must be a very empty space for you. It is. Because I know in India there's woo, Everywhere too people. many people. Too many. Not for me. And this is like another planet for me. As if, I thought so. yeah, you are right. This is $40. $40? Okay. Another one? Can you please do one thing for me? Yeah. Can you do something like $100 and And then I vacuum for you. yeah, please vacuum it. I keep for you to taste, Yeah. and the other ones. Yeah, maybe you a only little want bit. a little bit. Yeah, a little bit for me to taste, Alright. and remaining Let me see. for me to take it home. Ah, nice. Your country have a lot of people. Yes. Have you been there anytime? I saw a lot on television, Ah. and I see you. No, thank you. I will get mad. You know the story. You have a beautiful country because I saw a lot of programs around. What I like the most is that mountain going up, Yeah. up. But the noises. Too many No, people. The noise is too much on your ears. You're You right. will get crazy. You're right. You know, here, Silence. hear nothing. You have only the silence. Silence. I was actually on the mountains today on the Fish River Canyon. It was all eerie silence. And then, I grew up there. did you? My father's farm is only on the other side of the canyons. How do you live there without That's having to see any amazing. people? That's amazing, but you know, in old days there was no tourist in Namibia. That river was our own river. We climbing down the mountains. My father catching fish because it was a river with fish. That's why it's called Fish River. And then we sleep there for. My name is Macy. 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 So this beautiful farm is owned by Macy, and she has been so kind to cut me nice biltong that she made it and then pack it for me and my family. Then പുള്ളിക്കാരി കിട്ടു പെയിൻറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മരുഭൂമിയുടെ നടുവിൽ വേറെ വീടുകളും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി കൂടുമെന്ന് പറയുന്നത് ശരിയാണ്. ലുക്ക് അറ്റ് ദിസ് അമേസിങ് ആർട്ട്. ഷീ ഡിഡ് ഇറ്റ് ബൈ ഹെർസെൽഫ്. ലുക്ക് അറ്റ് ദിസ്. കിടു അടിപൊളി. ദിസ് ഇസ് ദ റിയൽ ഫാമിംഗ് ലൈഫ്. അങ്ങനെ മെസ്സി എന്ന് പറയുന്ന ഈ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലാണ്. ഞാൻ അവിടെ നിന്നൊരു ഡ്രിങ്ക്സ് കഴിച്ചു, ഒരു സോഫ്റ്റ് ഡ്രിങ്ക്.
പിന്നെ ഇവർ ബിൽടോങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വൈൽഡ് ആനിമലിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് മീറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതും മേടിച്ചു. അവരത് വാക്യൂം പാക്ക് ചെയ്തു തന്നു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പോൾ പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും 30 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇതവരുടെ ഫാമാണ്. 32,000 ഹെക്ടേക്കേഴ്സാണ് അവരുടെ ഫാം. അതായത് ആ കാണുന്ന കാനിയോൺസും മൗണ്ടൻസും ഒക്കെ ഇവരുടെ ഫാമിൻ്റെ ഭാഗമാണ്. വേറെ വീടുകളോ വേറെ ടൗണോ ഒന്നും അടുത്തില്ല. അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ എന്താ പറയുക ജോലികളൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഈ ഫാമിലി വരുന്ന ആനിമൽസൊക്കെ ഇവരുടെയാണ്. അപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇവർക്കുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആനിമൽസിൻ്റെ മീറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ബിൽടോങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവർ സെല് ചെയ്യുന്നുണ്ട്. അവർ വരച്ച പെയിൻറ്റിങ്സ് അവരവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് വാങ്ങാം. പിന്നെ കുറേ എന്താ പറയുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലേസാണ്. ഈ കിടക്കുന്ന കാറ് ബീറ്റിൽ ഈ ഫിഷ് റിവറിന്ന് ഒരാവശ്യം ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ് പോയ സമയത്ത് ഫിഷ് റിവറിന്ന് കിട്ടിയൊരു കാറാണ്. അവരതുപോലെ തന്നെ അതെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അത് എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ആൾക്കാർ പണ്ട് കാലത്ത് കാറ് കേടായിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് പുഴയുടെ സൈഡിൽ ഇങ്ങനെ അബാൻഡൻ ചെയ്യും. അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്ന കാറുകളൊക്കെ പിന്നെ ആർക്കെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തുകൊണ്ടുവരാം. കാരണം ആ ഫിഷ് റിവർ ഒഴുകുന്ന ഇവരുടെ ഫാമിൽ കൂടിയാണ്. സോ ഇറ്റ് ഈസ് ദെയർ പ്രോപ്പർട്ടി നൗ. അപ്പം അങ്ങനെയൊക്കെയാണ്. നല്ല രസമുള്ളൊരു ഒരു ബീറ്റിൽ കാർ. ഇത് ഇന്ത്യയിലാണെങ്കിൽ നമുക്കിത് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു നല്ല കണ്ടീഷൻ ബോഡിയാണ്. ഇതിൻ്റെ ബോഡിയുടെ സ്ട്രെങ്ത് കണ്ടില്ലേ, 60-70 ഇയേഴ്സ് ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തുരുമ്പ് പിടിച്ചിട്ടൊന്നുമില്ല. ചെറിയ തുരുമ്പൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ വലിയ തുരുമ്പില്ല. പിന്നെ ഇഷ്ടംപോലെ ക്യൂർ ട്രീസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫാം. ബ്യൂട്ടിഫുൾ. ഇന്നലെ സ്ലോ മോഷനിൽ വീണ സ്ഥലമാണത്. ആ ഫാമിലി ലേഡി എനിക്കൊരു സ്പെഷ്യൽ അഡ്വൈസ് തന്നിട്ടുണ്ട്. ഇതുപോലൊരു സ്ഥലം വരും, അപ്പോൾ വണ്ടി പോയി ട്രെയിൽ വീണ ഭാഗത്ത് മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വീഴുന്നു. ടേക്ക് മൈ അഡ്വൈസ്, അതർവൈസ് യു ആർ ഗോയിങ് ടു ഫോൾ എന്ന് പുള്ളിക്കാരി കറക്റ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചൊന്നുമില്ല, ശരിയാണ്. കാരണം ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നല്ല സ്ലിപ്പറിയാണ്. ഞാൻ കാല് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സ്ലിപ്പറിയാണ്. ഓക്കെ, എനിവേ ഹെർ അഡ്വൈസ് വർക്ക്ഡ് വെൽ. ഓസം. താങ്ക്സ് ടു മെസ്സി. ഞാനിപ്പോഴും ആലോചിക്കുന്നത് ആ 32,000 ഹെക്ടേഴ്സ് സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു ഫാം ഹൗസിൽ പുള്ളിക്കാരിയും ഹസ്ബൻഡും ജീവിക്കുന്ന ആ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. പുള്ളിക്കാരി ഒരു പ്രാവശ്യം പറയുമായിരുന്നു, പുള്ളിക്കാരി ഇന്ത്യ TV ഷോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി മരിച്ചു പോകുന്നു. ഷീ കനോട്ട് ടേക്ക് ഇറ്റ്. വൈൽഡ് ഹോഴ്സ്, ഓ മൈ ഗോഡ്, കിടു. Namib horses of Namib. ഇന്നത്തെ താമസ സ്ഥലം ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി നെയിൽസ് ആങ്കർ ചെയ്യണം. ഇന്നലെ ഇവിടെയുണ്ട്. അടിപൊളി സൺസെറ്റാണ് ഇവിടെ. ക്യൂർ ട്രീ പാർക്ക് വിത്ത് സം നൈസ്. അങ്ങനെ
നമ്മൾ ഈ ക്യൂർ ട്രീ പാർക്കിൽ ടെൻറ്റ് സെറ്റ് ചെയ്തു. ബൈക്കിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ഹമ്പിളായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇതാണ് ക്യൂർ ട്രീ എന്ന് പറയുന്ന മരുഭൂമിയിലെ പ്രത്യേക മരം. ഇതിങ്ങനെ വെള്ളം കിട്ടാവുന്നിടത്തോളം വലിച്ചെടുത്ത് ഇങ്ങനെ 500 വർഷം 400 വർഷത്തോളം നിലനിൽക്കുന്ന ഒരു പ്രത്യേക മരമാണ്. ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് മുകളിലായിരിക്കും. ഏറ്റവും മുകളിൽ കുറച്ച് ഇലകൾ നമ്മുടെ അലോവേറ ചെടിയുടെ ഇല പോലെ ഉണ്ടാവും. വെള്ളം വലിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുള്ളൊരു മരമാണ് ക്യൂർ. ഈ ബുഷ്മെൻ എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ഇവിടുത്തെ കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, ഇതിൻ്റെ തണ്ട് എടുത്തിട്ട് ഒരു കുഴൽ പോലെയുള്ള ഭാഗം ഉണ്ടാവും, അതിലാണ് അവർ ആരോ ഇടുക. അതുകൊണ്ടാണ് അതിന് ക്യൂർ ട്രീ എന്ന് പറയുന്നത്. പിന്നെ ഈ നടക്കുന്ന ഏരിയ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ജയൻസ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് കല്ലുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, ഒന്നിനു മുകളിൽ ഒന്നൊന്നായിട്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജിയോഗ്രഫിക്കൽ ഫോർമേഷനാണ്. ഇവിടുന്ന് അടുത്ത് ജെയിംസ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിനോളം ഇങ്ങനെ കല്ലുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫോർമേഷനാണ്. ഏകദേശം അതേ ഒരു ഫോർമേഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്ത് ചെടിയാണാവോ? ക്യൂർ ട്രീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാൻ. അമേസിങ് ട്രീസാണിത്. നല്ല രസമാണ്. ഈ കല്ലടുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആരോ വലിയ ജയൻസിൻ്റെ കുട്ടികൾ, ഭീമന്മാരുടെ കുട്ടികൾ ഈ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കല്ലിങ്ങനെ എടുത്ത് സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊട്ടിരിക്കുന്ന പോലെയാണ് എല്ലാം ഇരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണത്. ഇതാണ് ക്യൂർ ട്രീ ഫോറസ്റ്റ്. ബ്യൂട്ടിഫുൾ. ഈ ക്യൂർ ട്രീൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലെയാണുള്ളത്. അപ്പോൾ ആ ഒരു സ്പോഞ്ച് പോലെയുള്ള ഏരിയയിൽ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെയാണത് സർവൈവ് ചെയ്യുന്നത്. ഈ മരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഇവരൊരു പ്രൈം എയിമാണ്. അപ്പോൾ ഇതെവിടെ ഒരു മരം ഉണങ്ങിക്കിടക്കുന്നത്, ഇതേണ്ട് 500 വർഷം കഴിയുമ്പം ഇങ്ങനെ ഉണങ്ങി താഴെ വീണ് പോവുക ചെയ്യുക. അതാണ് അതിൻ്റെ ലൈഫ്. നല്ല രസമല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അമേസിങ്. ഇതാണ് ഇതിൻ്റെ ട്രങ്ക്. നല്ലൊരു ഡിസൈനാണ്. Thanks. You noticed? Good eyes. Yeah, this
is for me to secure the bag. Yeah, that's good. That's good. Perfect. Where is Marian? She's there? Okay, I'll just say hi to her. Outside? Hi Marian. So time to say goodbye. It was great meeting you. It was wonderful here. Yeah, And I love the place, love the people, thank it you. has been perfect for me. Oh, I'm so glad, really. That's my daughter-in-law. Hello, hi. Hello, I'm Sajid Matthew. Oh, I met your son and daughter. Yeah. Perfect. Yeah. Nice, awesome. So please travel safe and Yeah. watch out for animals, goats and things crossing the roads. Right, I will. Okay. Sure. You have a good day Yes, I will. and keep thanks. serving people and the nature like this. Yeah. No, I'm glad you enjoyed. I perfectly enjoyed You it. go with a warm heart home. Absolutely. Yeah. I'm going with a lot of things in my heart. Yes. All good things. Yes. Okay. Okay. Bye-bye. Take care. Thanks. Bye-bye. Bye-bye. Nice meeting you. So, Marian ഈ പ്രോപ്പർട്ടിയുടെ കെയർ ടേക്കറാണ്. ഇവിടെയുള്ള മരങ്ങളെ ആനിമലെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. ഒരു പുള്ളിക്കാരിയുടെ കാഴ്ചപ്പാട് നല്ല വളരെ ഇമ്പാക്റ്റ്ഫുള്ളാണ്. ഷീ ഈസ് ടോട്ടലി ഇൻടു കൺസിഡറിങ് ദ നേച്ചർ, ടേക്കിംഗ് കെയർ ഓഫ് ദ നേച്ചർ. ഇന്നലെ ടെൻറ്റിലെ താമസത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മിൽക്കി വേ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തതാണ്, കാരണം ലൈറ്റ് പൊല്യൂഷൻ അത്രയ്ക്കുണ്ട്. ഇവിടെ മില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദ മിൽക്കി വേ. Oh, it was an amazing scene. സോ ഇവിടുന്ന് ഇനി ഏതാണ്ട് 500 കിലോമീറ്റർ റൈഡ് ചെയ്യണം വിൻകൂപ്പിലേക്ക്. മോസ്റ്റ്ലി ടാർമാക്കാണ്. സോ ദർ ഇസ് നത്തിങ് ടു വറി ടു മച്ച്. A beautiful Merc, amazing. And an old truck. ഇന്നലെ വരുമ്പോൾ എൻ്റെ GoPro ഓഫായി പോയി, അതുകൊണ്ട് ഈ വഴി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. To the highway. So the last leg of my journey. Hello. How are you? Sorry? Sorry? We want to call. Oh, you want to call someone? Yeah. On phone? Yes. Ah, but I don't have signal. Oh, Let me check. okay. If you are lucky, you might have signal. Okay. Ah, you are lucky. Okay. Thank you.
Okay, you have the number? Yes. Then you please dial. Hello, how are you? You speak English? English? Yes, I'm speaking. Oh, nice. Not nice, but we try. Ah, but that's good. Ah. Hi. Axel, mabata. Oka sina ke go neng asa ba go ron taba li ba go kwang asa ba go ka tora nga kharu ha de ke ron taba li ba go kwang ba nga he sa de ke sira go mundu mai ti okay. Como se va mamma dire si? Oh, aga maba. Tere ga maba, ma plasta kuni ngadi suku yiga. Si. Oh, dan ai ba process mari bin ngadi kai an ba ne hai ba tsira ko kui khabi ge ngaba nok ma clean sense kare kai tsira jo ngaba bor girusi go khwa ngaba ka si o ab ne nga ka kola pan mari ji. Hi. Hi mari ta stop ni ko ngo kuna da ngwa nya. Thank you to me. Okay. Rona ama. Okay. Oh, tira gine tiba kunung auntie. Ah. Thank you. You done? Thank you. Ah, I'm done. Thank you. This is Beatrice, and she's from a mountain that far. Rukarush Mountain. Rukarush Mountain. Okay, she's a smart girl. She's studying in 7th class, and this is her mom. And they speak a special language, and she's gonna teach me that. Okay, you teach me that. Oh, you can. Yeah. Okay. Yeah. So what does that mean? It's a thing, our language. We are using the thing in our language. In Okay. every word, we are using the thing. Yeah. So. Oh my God. Amazing. അവരുടെ ഭാഷയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ശബ്ദങ്ങളാണ് ഇപ്പോൾ നമ്മളടുത്ത് കാണിച്ചത്. ഇത് ബിയാട്രിസിൻ്റെ ബ്രദർ 2 പേരുണ്ട്. അപ്പോൾ അവർ കിറ്റ്മാൻ ഷൂപ്പിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ റെസ്റ്റിംഗ് പ്ലേസിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഹോസ് കാർക്ക് വരും അവരെ കുതിരവണ്ടി. അപ്പോൾ അതിൽ ആ കാണുന്ന മൗണ്ടൻ, അത്രയും ദൂരെയുള്ള മൗണ്ടനിലേക്ക് ഹോസ് കാർട്ടിൽ തിരിച്ചു പോകും. അപ്പോൾ അവരുടെ ബ്രദർ, ബിയാട്രിസിൻ്റെ ബ്രദർ 3 മണിക്കൂർ കൊണ്ട് ഇവിടെ വരും. എന്നിട്ട് എല്ലാവരും കൂടെ ഹോസ് കാർട്ടിൽ തിരിച്ചു പോകും. സേ ഹായ്. Hi, Timmy. ഹായ്. സേ ഹായ്. സേ ഹായ്. Hi, Timmy Araf. It's not having energy. Okay, bye-bye. See you. Bye, tata. Hello. Yeah, hello,
my good sir, how are you? I am good. How are you? I'm happy to see you here. I am happy too. Wow, my good sir, my good sir. David. Hello, how are you? I'm good, thank you. Sorry? I'm also good. Okay, very nice. Yes, sir. So these are basically Springboks, right? Yeah, they are the sheep on that one. This one is Springbok, Yes, sir. but I'm coming from India. Okay. Am I allowed to take it out of the country? Yes, sir. Get out of the country. Oh, really? Yes. But the customs won't stop me? No way. Oh, really? Stop you. We didn't. We also sell to the tourists, people who. Yesterday, this morning we didn't have nothing to eat. Oh, really? I'm sorry to know. That's why we are struggling. You couldn't cook food at home? Yes. Oh, I'm sorry to hear that. That money does go to somebody else. We must struggle for us, for our kids tonight for food. I understand, ma'am. This is Misli. You can also put it in milk and have it, or you can have it just like that also. Okay. You know it, right? Yes, I know it. Okay. Okay, ma'am. Thank you so much. Thank you so much. Okay, you take care. Thank you, ma'am. ആദ്യമായിട്ട് നമീബിയൻ പോലീസ് എൻ്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ലൈസൻസ് കാണുമെന്ന് പറഞ്ഞു. ലൈസൻസ് കാണിച്ചു. അപ്പോൾ ഈ ഓഫീസർ അവരുടെ സീനിയർ ഇൻസ്പെക്ടർ അടുത്തേക്ക് വിട്ടു. ഒരു ലേഡി ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ നമീബിയ കാണാമെന്നാണ്. ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി ഐ വാണ്ടഡ് ടു സീ. ഐ ഫിനിഷ് ദ ട്രിപ്പ് ആൻഡ് ഐ എം ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് നേരം നോക്കിയെന്ന് പറഞ്ഞു. ഹോപ്പ് യു എൻജോയ് ദിസ് കൺട്രി. ഞങ്ങളുടെ കൺട്രി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നിങ്ങൾ ഇനിയും തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തിരിച്ചു വരും വിത്ത് മൈ ഫാമിലി എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ കേർട്ടിയസ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. ആൻഡ് ഷീ ട്രീറ്റഡ് മീ വെരി വെൽ ആൻഡ് ദാറ്റ് ഷോസ് ഹൗ Hello.
I am back. Yes, I was worried about you. I am back in full one piece. In one, Also the Himalayan. also the Himalaya. Yes. Okay, we just You know, for Glenn. sorry, it's Yeah. dirty, but then Okay. this is a beautiful dirty dirt. You know, I came back with a dirty gear, but with a clear mind. Oh, that's lovely. Yes, it is. Big thanks to you guys. No, thank you, Sajid. Oh my God, what a journey I had. 10 days. Oh, I magic. went, yeah, it was just magic. Let me remove the helmet. I was telling, like, I went from here with a clean gear and an unclear mind. But I came back here with a dirty, Very dusty. dusty and And a dirty clear mind. And a clear mind. and clear mind. What a This is what Namibia did. beautiful. അങ്ങനെ ഞാനും ഒരു യാത്ര പോയി. ബൈക്കിന്റെ സൈഡിൽ കെട്ടിത്തൂക്കിയ ഭാണ്ഡങ്ങളെക്കാളും 100 മടങ്ങ് ഭാരം കൂടിയ ഓർമ്മകളുടെ ഭാണ്ഡവും മനസ്സിൽ പേറിയുള്ള യാത്ര. എന്തിനായിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല. ഒരുപക്ഷെ ജീവിത വഴിത്താരയിൽ എന്നോ എപ്പോഴോ നഷ്ടപ്പെട്ട ചില മനുഷ്യബന്ധങ്ങളുടെ ഓർമ്മകൾ ആവാം, മനസ്സ് മരവിപ്പിച്ച ജീവിതാനുഭവങ്ങളുടെ ഓർമ്മകളാവാം, താനാവാൻ കടന്നുപോയ നിമിഷങ്ങളുടെ കയ്പും മധുരവുമാകാം. ഒരുപക്ഷെ വന്നെത്തിയ വഴിയിലെ കടന്നുപോയ ബാല്യവും കൗമാരവും യൗവനവുമാകും. തന്നാലാവും വിധം ഓർമ്മകളുമായുള്ള യുദ്ധത്തിനൊടുവിൽ വിജയം എതിർകക്ഷിക്കാണെന്ന തിരിച്ചറിവിൽ നിന്നും ഉരുത്തിരിയുന്ന ചില തീരുമാനങ്ങളുമായിരിക്കാം. ഈ യാത്രകൾക്കൊരൊറ്റ ലക്ഷ്യമേയുള്ളൂ: തന്നെ വേട്ടയാടുന്ന ഓർമ്മകളെ പ്രകൃതിയുടെ കാണാക്കയത്തിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടണം. ശരിയാവാം, തുടർച്ചയായുള്ള യാത്രയിൽ കണ്ണിൽ പതിഞ്ഞ പല കാഴ്ചകളും മനസ്സിനെ ഒരു ശില പോലെ തേച്ചു മിനുക്കി ഒന്നിനുമീതെ ഒന്നായി പല പാളികൾ ചേർത്ത് വെക്കുമ്പോൾ അടിത്തട്ടിലെ ഓർമ്മകൾ കുഴിച്ചു മൂടപ്പെടാം. രൂപാന്തരം പ്രാപിക്കുന്ന മനസ്സാകുന്ന ശിലയ്ക്കുമേൽ വന്നടിയുന്ന യാത്രയിലെ കാഴ്ചകളും ഓർമ്മകളുമാകുന്ന മൺതരികളിൽ പൊടിച്ചു തുടങ്ങുന്ന ചെറുപുൽനാമ്പുകളാകാം ബാക്കി ജന്മത്തിൻ പ്രതീക്ഷകൾ. കാലചക്രത്തിൻ്റെ ക്രയവിക്രങ്ങളിൽപ്പെട്ട് എന്നെങ്കിലും ഒരിക്കൽ പൊടിച്ചു തൊങ്ങിയ പുൽനാമ്പുകൾ ശിലകൾക്കിടയിലൂടെ ആഴ്ന്നിറങ്ങി കുഴിച്ചു മൂടപ്പെട്ട ഓർമ്മകളിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുക്കാത്തിടത്തോളം കാലം കാലത്തിനൊപ്പം കോലം കെട്ടിയാടാം. കാടിൻ്റെ ഭംഗിയും കാട്ടാറുകളും കാട്ടുചോലയും കണ്ണിൽ പതിച്ച് മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ പണ്ടെപ്പോഴോ ഗവനിക്കാത്ത കാഴ്ചകൾക്ക് കൗതുകം കണ്ടെത്തുന്നു. മരുഭൂമിയിലെ മരുപ്പച്ച പോലെ യാത്രകൾക്കിടയിലെ ഓരോ മൈലുകൾ താണ്ടുമ്പോഴും മനസ്സിലെ പ്രതീക്ഷകൾക്ക് ആക്കം കൂടുന്നു. ഏകാന്ത സഞ്ചാരി ഒരിക്കലും ഒറ്റയ്ക്കല്ല. വിജനതയിൽ അവർ കൂടുതൽ ധൈര്യശാലികളാകുന്നു. കാണാക്കയത്തിലെ കച്ചിത്തുരുമ്പിലും കാരിരുമ്പിൻ്റെ ബലം കണ്ടെത്തുന്നു. തന്നിലെ ഒളിഞ്ഞിരുന്ന സകല പ്രാവീണ്യവും കൈമുതലാക്കാൻ അവർ ശ്രമിക്കുന്നു. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കൈവിട്ടുപോയ ജീവിതം തിരിച്ചുപിടിക്കാൻ തന്നാലാവും വിധം പൊരുതുന്ന അവർക്ക് കാട്ടുകല്ലിൻ്റെ മനസ്സും കാരിരുമ്പിൻ്റെ മെയ്യും മെനഞ്ഞെടുക്കാൻ അത്ര പ്രയാസമില്ല. എന്നാലും സോളോ ട്രിപ്പ് അതിമനോഹരമാണ്. നമ്മളും മാത്രമായിട്ടുള്ള പ്രകൃതിയുടെ കൂടിൽ ചേരലുകൾക്കൊപ്പം ഒരു യാത്ര, തിരിച്ചറിവിനും തിരികെ പിടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു യാത്ര അനിവാര്യം തന്നെ.